ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35-ാം തിരുവചനം മുതൽ നാം ധ്യാനിക്കുമ്പോൾ, യേശു ശിഷ്യന്മാരോട് നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് പടകിൽ അക്കരയ്ക്ക് യാത്രയായി. യാത്രയിൽ തിരമാലകളും ചുഴലിക്കാറ്റും മൂലം ശിഷ്യന്മാർ ഭയന്ന് യേശുവിനെ വിളിച്ചുണർത്തി. കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ? ഇപ്രകാരം അലറുന്ന തിരമാലകളുള്ള നടുക്കടലിൽ അകപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക, വിളിച്ചവൻ വിശ്വസ്തന. ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം, ലാസറിൻ്റെ മരണശേഷം ലാസറിൻ്റെ ഭവനത്തിലേക്ക് ചെന്ന യേശു കർത്താവിനെ മാർത്ത എതിരേറ്റു. അവരുടെ ചില സംഭാഷണങ്ങൾക്ക് ശേഷം മാർത്ത മറിയയുടെ അടുക്കൽ ചെന്ന് 28-ാമത്തെ വാക്യം, മറിയയോട് പറഞ്ഞു, ഗുരു നിന്നെ വിളിക്കുന്നു. ഗുരു മറിയത്തിനെ വിളിച്ചത് വെറുതെ വിളിച്ചതല്ല. അവളുടെ സങ്കടം മാറ്റുവാൻ, അവളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, നഷ്ടപ്പെട്ട സന്തോഷം തിരികെ കൊടുക്കുവാനാണ് ഗുരു മറിയയെ വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, യേശു നിന്നെ അവൻ്റെ അടുക്കിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നിന്നെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, ആമേൻ, നീ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, കാറ്റും തിരമാലകളും കണ്ട് നീ ഭയപ്പെടേണ്ട. അവൻ നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. അവൻ നിന്നെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ, ആമേൻ, അവൻ നിനക്ക് നൽകേണ്ടത് നൽകും. വിളിച്ചവൻ വിശ്വസ്തന. ആമേൻ. കർത്താവ് നാം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.